ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഭയങ്കര രീതിയിലുള്ള മരുഭൂമികളാണ്. എന്നാൽ ആ ഒരു പ്രതീക്ഷയും ആ ഒരു സങ്കല്പമൊക്കെ മാറ്റി മറിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് ഇന്നുള്ളത്. നമ്മുടെ അൽ ഖസബിലെ ഉപ്പ് പാടത്താണ്. അതിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് റിയാദിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 160-170 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അൽ ഖസബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുക. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മരങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ടൈമുള്ളൊരു പ്രത്യേകത. രണ്ടാമത്, സൗദി അറേബ്യൻ്റെ ഏറ്റവും വലിയ ഉപ്പിൻ്റെ സ്രോതസ്, അതായത് നമ്മുടെ നാട്ടിലെ നെൽപ്പാടൊക്കെ പോലെ ഇവിടെ ഉപ്പ് വിളയുന്ന അല്ലെങ്കിൽ ആ ഒരു വെള്ള സ്വർണം വിളയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോസുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ കാണുന്നത് അന്റാർട്ടിക്കയിൽ മഞ്ഞ് വീണതല്ല, സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ഉപ്പ് ഉണ്ടാക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. സൗദിയുടെ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സൗദിയുടെ സ്വന്തം അൽ ഖസബിലെ ഉപ്പ് പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽ ഖസബിൻ്റെ കല്ലുപ്പും ഗോതമ്പും അറബ് ലോകത്ത് ഫേമസ് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ്. ഇത് ഇസ്ലാമിക കാലഘട്ടത്തിന് മുന്നേ തന്നെ ഇവിടെയുള്ള പണ്ടത്തെ ഗ്രാമീണരെ ആ ഒരു വരുമാന മാർഗം, വലിയൊരു വരുമാന മാർഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു JCB എന്തൊക്കെ ഇങ്ങനെ വാരിയിടുന്നുണ്ട്. ഞാൻ കരുതി വെച്ചാൽ അടുത്ത പാടത്തേക്ക് വെള്ളം ചാലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചാലുണ്ടാക്കി എന്തോ ചെയ്യായിരിക്കും എന്നാണ്. പക്ഷേ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വാരിടുന്ന മൊത്തം ഉപ്പാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാ ഉപ്പും വാരി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് വീണ്ടും അവിടുന്ന് ബാഷ്പീകരിച്ചതിന് ശേഷം ആ ഒരു ഉപ്പാണ് നേരെ കല്ലുപ്പായിട്ട് പാക്ക് ചെയ്യുന്നത്. ഈ ഒരു അൽ ഖസബിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത് തന്നെ വരണ്ട ടൈപ്പ് ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര ചൂടും ഉപ്പിൻ്റെ കാഠിന്യമുള്ള ഭയങ്കര കട്ടിയായിട്ടുള്ള വെള്ളമാണ് ശരിക്കും ഈ ഒരു അൽ ഖസബിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മരങ്ങളൊന്നും നോക്കിയാൽ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന ഉപ്പ് പാടം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് സൗദികളൊക്കെ മുന്നേ ഇത് ബിസിനസ്സുകൾ ചെയ്തതാണ്. ഇപ്പോൾ അവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ബംഗാളികളും പാകിസ്ഥാനികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത്. കുറച്ച് പൊടി എടുത്തിട്ട് നിന്ന നല്ല ഒറിജിനൽ കട്ട ഉപ്പാണ്. കട്ടപ്പല്ല, കട്ട ഉപ്പ്. ശരിക്കും നമുക്ക് 4 രീതിയിൽ ഉപ്പ് കിട്ടുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഖനനം ചെയ്തിട്ട്, അതായത് കുഴിച്ചെടുത്തിട്ട് ഉപ്പ് കിട്ടുന്നുണ്ട്. രണ്ടാമത് കാണുന്നത് പോലെ വെള്ളം വറ്റിച്ചതിന് ശേഷം അല്ലെങ്കിൽ ബാഷ്പീകരിച്ചതിന് ശേഷം ഉപ്പ് ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. മൂന്നാമത്തേത്, ഉപ്പിൻ്റെ പാറക്കഷ്ണങ്ങളുണ്ടാവും, അത് പൊട്ടിച്ചെടുത്തിട്ടും ഉപ്പ് നമുക്ക് കിട്ടാറുണ്ട്. നാലാമത്തേതാണ് വെറൈറ്റി ആയിട്ടുള്ളത്. 2 രൂപ കൊടുത്താൽ ചന്ദ്രാട്ടൻ്റെ വീടിൽ നിന്ന് നമുക്ക് ഉപ്പ് കിട്ടും. അപ്പോൾ ഇത്രയും ലെവലിലാണ് നമുക്ക് ഉപ്പ് കിട്ടുന്നത്. ഇപ്പം കാണുന്ന ഈ ഒരു പാടം പോലെയായിരുന്നു ഈ ഒരു സൈഡിലുള്ള പാടവും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉപ്പൊക്കെ എടുത്തതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കര അത്ഭുതവും അതുപോലെ തന്നെ ഭയങ്കര കൗതുകമൊക്കെ തോന്നുമെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കൗതുകമോ സന്തോഷമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ജോലി തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള കുഴൽക്കിണർ വെച്ചിട്ട് ആ വെള്ളമാണ് ഇവിടേക്ക് പമ്പ് ചെയ്യുന്നത് ഓരോ പാടത്തേക്കും. അതിനുശേഷം ചൂടുകാലാണെങ്കിൽ 4 മാസം, അതുപോലെ തന്നെ തണുപ്പുള്ള സമയമാണെങ്കിൽ 5, 6, 7 മാസം കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഒന്ന് കുറച്ച് വറ്റി വരിക. പിന്നെയാണ് അവർക്ക് ഇവിടെ പണി വരുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ സമയത്തും പണിയായിരിക്കും എന്നർത്ഥം. എന്ത് തന്നെയൊക്കെ പറഞ്ഞാലും ഈ ഒരു അൽ ഖസബിലെ ഉപ്പുപാടത്തേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. ഈ പാടത്തിൻ്റെ ചില ഭാഗത്തൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഉപ്പിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ ഉണങ്ങിയിട്ടോ കുറച്ചിങ്ങനെ വെള്ളമുള്ളതായിട്ട് നമുക്ക് കാണാം. പിന്നെ കുറച്ചുകൂടും ഈ ഒരു 2 കടമ്പ അപ്പുറത്തേക്ക് ചാടി കടന്നാൽ അത് അവിടേക്ക് ഉപ്പിൻ്റെ ആ ഒരു സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ ഒരുമാതിരി ഭയങ്കര ഒരു കട്ട പോലുള്ളൊരു മണ്ണാണ്. കാരണം ഈ ഒരു ഉപ്പിൻ്റെ ഇത് പിടിച്ചിട്ട് മണ്ണും കൂടി ആ ഒരു എന്താ പറയുക ഒരു കട്ട ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതാ അങ്ങ് ദൂരെ അങ്ങനെ കാണാൻ കഴിയും. അവിടെ ഉപ്പ് കൂട്ടിയിട്ടതായിട്ട് കാണാം. അപ്പോൾ അവിടെയും കുറേ വണ്ടികളുണ്ട്.
പരിപാടിയാണ്. പിന്നെ അത് അപ്പുറത്ത് അങ്ങനെ കൂട്ടിയിട്ടതായിട്ട് ഒരു മണൽക്കൂനെ പോലെ കൂട്ടിയിട്ടതായിട്ട് കാണാൻ കഴിയും. അപ്പം ഞാൻ ആദ്യം വെച്ചാൽ അതൊക്കെ കോഴിയോ മറ്റോ കൂട്ടിയിട്ടാണ്, അതിനാണ് മനസ്സിലായത് ഉപ്പാണെന്നുള്ളത്. കാരണം മരുഭൂമിയിലാണ് ഈ ഒരു പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു മരുഭൂമിയും അതുപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു സങ്കല്പങ്ങളെ മാറ്റി എഴുതുന്നതാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ. ഉപ്പില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ് ഞാനടക്കമുള്ള മലയാളികൾ. കാരണം വെച്ചാൽ നമ്മൾ എന്തൊരു കാര്യത്തിനും ഉപ്പ് നിർബന്ധമാണ്. ഉപ്പ് കുറഞ്ഞാൽ കുറച്ച് വാരിട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ടേസ്റ്റ് നമ്മളവിടെ കണ്ടെത്തും എന്നതാണ് ഈ ഒരു ഉപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നതും മലയാളികൾ തന്നെയാണ്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന അധികവും പാകിസ്ഥാനികളും ബംഗാളികളും ഇന്ത്യക്കാരും യമനികളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വരുന്ന സമയത്ത്, ഇത് കാണാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പെപ്സിയോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഒരു ബക്കാലയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വരികയാണെങ്കിൽ തന്നെയും കുറച്ച് വെള്ളമോ മറ്റു കാര്യങ്ങളോ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഉപ്പുപാടത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അൽക്കസബിൻ്റെ ഫാക്ടറിയും ഉള്ളത്. ഇവിടെ വെച്ചിട്ടാണ് പൊടിയുപ്പിൻ്റെ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നോർമലി അവർ കല്ലുപ്പ് അതേ പാടത്ത് വെച്ച് തന്നെയാണ് പാക്ക് ചെയ്തിട്ട് സൗദിയുടെ പല ഭാഗത്തേക്കും അതുപോലെ തന്നെ മറ്റു അറബ് കൺട്രികളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ റിയാദിൽ കാണാൻ പറ്റിയ ഏകദേശം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു PDF ലിസ്റ്റ് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാം.